വെറും ഒരു വാട്സപ്പ് കോളിലൂടെ നമ്മുടെ ഫോണിലിരിക്കുന്ന കാര്യങ്ങളും നമ്മൾ ഫോണിൽ ചെയ്യുന്ന കാര്യങ്ങളും തത്സമയം മറ്റൊരാൾക്ക് അയാളുടെ മൊബൈൽ ഫോണിലൂടെ കാണാൻ സാധിക്കുന്ന ഒരു ഓപ്ഷൻ വാട്സപ്പിനകത്തുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? അറിയില്ലെങ്കിൽ ഈ വീഡിയോ നിർബന്ധമായിട്ടും നിങ്ങൾ കാണണം. എൻ്റെ സുഹൃത്തിൻ്റെ പിതാവിന് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഒരു സ്ക്രീൻ റെക്കോർഡർ വീഡിയോ അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, വാട്സപ്പിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്, അത് നിൻ്റെ ഫോണിലുണ്ടോ എന്ന് നോക്കാമോ? ഞാൻ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ആ സ്ക്രീൻ റെക്കോർഡർ വീഡിയോയിൽ പറയുന്നത് പോലെ തന്നെ നീ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ പിതാവിന് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അയാൾ വീഡിയോ കോൾ ചെയ്ത സമയത്ത് ആ സ്ക്രീൻ റെക്കോർഡറിൽ പറയുന്നത് പോലെ ചെയ്യുകയും ഇദ്ദേഹത്തിൻ്റെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള ഒരു വ്യക്തിയുടെ നമ്പർ അയാൾക്ക് ലഭിക്കുകയും വലിയ കുടുംബ പ്രശ്നം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അയാൾ ഇത് സാധ്യമാക്കിയത് വാട്സപ്പിലെ സ്ക്രീൻ ഷെയറിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെയാണ്. സത്യത്തിൽ ഈ ഒരു ഓപ്ഷൻ വാട്സപ്പിനകത്ത് നൽകിയിരിക്കുന്നത് നമുക്ക് മറ്റുള്ളവരെ വാട്സപ്പിലൂടെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഫോണിനകത്തെ ഒരു സെറ്റിങ്സ് ഒരാൾക്ക് അറിയില്ല, അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അയാളുടെ ഫോൺ നമ്മുടെ കൈവശം വേണമെന്നില്ല. അയാൾ എത്ര ദൂരത്തായാലും നമുക്ക് ജസ്റ്റ് വീഡിയോ കോൾ ചെയ്തിട്ട് സ്ക്രീൻ ഷെയറിങ്ങിലൂടെ അടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്ന് അയാളുടെ ഫോണിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തത്സമയം നമ്മുടെ ഫോണിലൂടെ കണ്ടിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളും ഇങ്ങനെയുള്ള അബദ്ധങ്ങളിൽ ചാടിപ്പോകാതിരിക്കാൻ വാട്സപ്പിലെ സ്ക്രീൻ ഷെയറിംഗ് എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനും പറ്റും. അപ്പോൾ വാട്സപ്പിലെ സ്ക്രീൻ ഷെയറിങ്ങിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. സ്ക്രീനിൽ നിങ്ങൾക്ക് 2 മൊബൈൽ ഫോൺ കാണാം. ഇടതുവശത്ത് ചുവന്ന വാൾപേപ്പർ ഉള്ളത് എൻ്റെ മൊബൈൽ ഫോണാണെന്ന് കരുതുക. വലതുവശത്തുള്ളത് എൻ്റെ സുഹൃത്തിൻ്റെ മൊബൈൽ ഫോണാണെന്ന് കരുതുക. എൻ്റെ സുഹൃത്ത് വാട്സപ്പിലൂടെ എന്നെ സാധാരണ പോലെ ഒരു വീഡിയോ കോൾ ചെയ്യുന്നു. ഞാൻ ആ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യുന്നു. ഒരു സാധാരണ വീഡിയോ കോൾ പോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ സാധിക്കുമെങ്കിലും എൻ്റെ സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഈ കോളിംഗ് ഓപ്ഷൻ്റെ ഇടതുഭാഗത്തുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണെന്ന് കരുതുക. ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതോടെ സ്ക്രീൻ ഷെയർ ചെയ്യാനുള്ള ഒരു കണ്ടിന്യൂ ബട്ടൺ വരും. കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു പോപ്പപ്പ് ഓണായി ലഭിക്കുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാം സിംഗിൾ ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് എൻ്റയർ സ്ക്രീൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്ത് സ്റ്റാർട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് എൻ്റെ ഫോണിൻ്റെ സ്ക്രീനിൽ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും തത്സമയം എൻ്റെ സുഹൃത്തിന് കാണാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് സുഹൃത്തിൻ്റെ ഫോണിൽ കാണാം എൻ്റെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനാണ് സുഹൃത്തിൻ്റെ ഫോണിൽ കാണിക്കുന്നത്. ഞാൻ ഇനി മെനു എടുക്കുകയാണെങ്കിലും തത്സമയം മെനു അവിടെ ലഭിക്കുന്നതാണ്. ഇനി ഞാൻ ഗാലറി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ഗാലറിയിലുള്ള കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. വീഡിയോ പ്ലേ ചെയ്താൽ വീഡിയോ കാണുന്നതാണ്. ഇനി ഞാൻ കോൾ ലോഗ്സ് എടുക്കുകയാണെങ്കിൽ എൻ്റെ കോൺടാക്റ്റും ഡീറ്റെയിൽസും ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയൊന്നും ഇല്ലാത്തവർ അയാൾ എന്താണ് നമ്മുടെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നറിയാത്തത് കൊണ്ട് തന്നെ നമ്മളിതുപോലെ നമ്മുടെ ഫോണിലെ കാര്യങ്ങൾ അയാൾ പറയുന്നതിനനുസരിച്ച് ചെയ്തു നോക്കുകയാണെങ്കിൽ എല്ലാം അയാൾ കാണുന്നതാണ്. വാട്സപ്പ് ചാറ്റുകൾ, നമ്മുടെ മെസ്സേജ് വിവരങ്ങൾ, OTP, ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം തന്നെ മറ്റൊരാൾക്ക് സ്ക്രീൻ ഷെയറിങ്ങിലൂടെ നമ്മുടെ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപരിചിതരുമായിട്ട് ഒരിക്കലും നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പാടില്ല. പരിചിതരായാലും അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവർ കാണുമെന്ന ബോധ്യത്തോടു കൂടി മാത്രമേ നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പാടുള്ളൂ. ഇതിൻ്റെ യഥാർത്ഥ ഉപയോഗം മറ്റൊരാൾക്ക് ഫോണിൽ എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ തത്സമയം ഇതുപോലെ വീഡിയോ കോളിലൂടെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് അയാൾ സെറ്റിങ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് തത്സമയം കാണാൻ സാധിക്കുമല്ലോ. അപ്പോൾ അടുത്തത് എന്താണ് ചെയ്യേണ്ടത്, സെറ്റിങ്സിൽ ഏതാണ് ഓപ്പൺ ചെയ്യേണ്ടത്, അങ്ങനെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കാം. ഇനി ഓൺലൈനിൽ എന്തെങ്കിലും ഒരു ഫോമൊക്കെ പൂരിപ്പിക്കാനുള്ളതാണെങ്കിൽ അതൊക്കെ എന്താണ് ചെയ്യേണ്ടത്, നെക്സ്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ തത്സമയം നമുക്കിതുപോലെ കണ്ടു പറഞ്ഞു കൊടുക്കാനാണ് ഇത് ശരിക്കും ഉപയോഗിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.